മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ്റെ ഒരു വാട്സപ്പിലെ മെസ്സേജ് ഞാൻ വായിക്കാനിടയായി. അതെൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ഓളം സൃഷ്ടിച്ച്. അങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാനുള്ള കാരണം ഈ അടുത്ത് ചില വാർത്തകൾ നമ്മൾ വായിച്ചു. 1.5 മാസത്തിന് ശേഷം ഒരു മനുഷ്യൻ്റെ അസ്ഥികൂടം വീട്ടുപറമ്പിൽ നിന്ന് കിട്ടി. വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുന്നേ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ആ 2 മക്കളും വേറെ താമസിക്കുകയാണ്. 1.5 മാസത്തിന് ശേഷം വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാത്തതിൻ്റെ പേരിൽ ഫ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് വന്ന ആള് പരിസര സാഹചര്യങ്ങളെ കണ്ടപ്പോൾ ഇവിടെ ആളില്ലേ എന്നൊരു സംശയം. അദ്ദേഹം തിരഞ്ഞു നോക്കുമ്പോഴാണ് പറമ്പിൽ ഒരു അസ്ഥികൂടം കാണുന്നത്. ആ വീട്ടുകാരൻ്റെ സഹോദരന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ആ അസ്ഥികൂടം DNA പരിശോധനയിലൂടെയാണ് പിന്നീട് ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അസ്ഥികൂടമാണ് എന്ന് മനസ്സിലാകുന്നത്. 1.5 മാസമായിട്ട് ഒറ്റക്ക് താമസിക്കുന്ന തങ്ങളുടെ പിതാവിൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ ആ മക്കൾ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ആ കുടുംബാദികൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയാണ്. കസേരയിലിരിക്കുന്ന മാതാവിനെ വലിച്ച് താഴെയിട്ട് തല്ലിച്ചതച്ച് കൈ പിരിച്ചൊടിച്ച് അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തിക്കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല എന്ന വാർത്തയും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മൾ വായിച്ചു. തനിക്ക് ജീവിക്കാനുള്ള മാർഗം തൻ്റെ മകൻ തരുന്നില്ല എന്ന് പറഞ്ഞ് ജീവനാംശത്തിന് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്തതിൻ്റെ പേരിൽ പിതാവിനെ വധിച്ചു കളഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസമാണ് വായിച്ചത്. ഇങ്ങനെ സ്വന്തം മാതാപിതാക്കളെ വകവരുത്തുന്നവർ, സ്വന്തം മാതാപിതാക്കൾ പ്രായമായിട്ട് തനിച്ച് വീട്ടിലാക്കി വേറെ താമസിക്കുന്നു, അവരുടെ കാര്യം അന്വേഷിക്കാൻ പോലും വരാതെ അവർ മരണപ്പെട്ട അസ്ഥികൂടമായിട്ട് പോലും അവരെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് പറയുന്ന സംഭവങ്ങൾ ചുറ്റുപാടുകളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് ഈ ബിസിനസ്സുകാരൻ്റെ ആ ഒരു കുറിപ്പ് വല്ലാത്ത ചിന്ത സമ്മാനിച്ചത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനം നല്ല സമ്പന്നമായി വിശാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. 100 കണക്കിന് തൊഴിലാളികൾ ആ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തൊഴിലാളികൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, അവരുടെ രക്ഷിതാക്കൾക്ക് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഗ്രൂപ്പുകളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് പോയിട്ടുള്ളത്. തൊഴിലാളികളോട് പറയുന്നത്, നിങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ തൂണുകൾ, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം. അതുകൊണ്ട് നിങ്ങളോട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ, ഉമ്മമാരെ, അച്ഛനമ്മമാരെ നന്നായിട്ട് നോക്കണം. അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലെങ്കിൽ എന്നോട് നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിയിക്കണം. നിങ്ങളുടെ സാലറിയിൽ നിന്ന് തികയില്ല എന്ന് കരുതി നിങ്ങൾ അച്ഛനമ്മമാരുടെ മരുന്നിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുത്തരുത്. നിങ്ങളുടെ സഹോദരന്മാർക്ക് അച്ഛനമ്മമാരെ ഉമ്മമാരെ നോക്കാൻ സാധ്യമല്ലെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വരുന്ന എക്സ്ട്രാ ചെലവുകൾ അത് എത്രയാണെങ്കിലും വേണ്ടില്ല, എന്നോട് പറയണം, ഞാൻ നിങ്ങൾക്കത് വസൂലാക്കി തരും, നിങ്ങൾക്ക് ഞാനത് അനുവദിച്ചു തരും എന്ന് പറഞ്ഞ് തങ്ങളുടെ മാതാപിതാക്കളെ പരിഗണിക്കണം, പരിചരിക്കണം, അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ ആൾ ബിസിനസ്സുകാരനായ ഈ മനുഷ്യൻ തൻ്റെ ജോലിക്കാരെ ഒന്ന് ഉത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിച്ച് സമ്പാദിക്കണം എന്ന ലക്ഷ്യത്തിലൊന്നല്ല ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം നേരെ ആ തൊഴിലാളികളുടെ പേരൻസ് ഗ്രൂപ്പിലേക്കും ഇതേ മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങളെ ഈ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി നല്ല പ്രവർത്തകരാക്കിയതിൻ്റെ പേരിലാണ് എൻ്റെ സ്ഥാപനത്തിൽ ഇവരിങ്ങനെ നല്ല വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഉമ്മയാകുന്ന അച്ഛനാകുന്ന അമ്മയാകുന്ന നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. നിങ്ങൾ മറ്റു മക്കളുടെ കൂടെ താമസിക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മകൻ്റെ കൂടെ, നിങ്ങളുടെ മകളുടെ കൂടെ ഇവിടെ വന്ന് താമസിക്കുക.
അവരുടെ വീട്ടിൽ താമസിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന എക്സ്ട്രാ ചിലവുകൾ, മരുന്ന് വാങ്ങാൻ, മറ്റുള്ള ആവശ്യങ്ങൾക്ക് എന്താണോ ചിലവ് എക്സ്ട്രാ വരുന്നത്, അത് നിങ്ങൾ എന്നോട് അറിയിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം എൻ്റെ വിജയത്തിൻ്റെ എല്ലാ കാരണങ്ങളും എൻ്റെ മാതാപിതാക്കളാണ്, അവരോടുള്ള എൻ്റെ സ്നേഹവും അവരെനിക്ക് തന്ന കരുതലുമാണ് എന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ടുള്ളൊരു കുറിപ്പ്. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ അവരൊരിക്കലും നമ്മളെ വേദനിപ്പിക്കേണ്ടവരല്ല. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതുവരെ അവർ നമ്മളെക്കൊണ്ട് വേദനിക്കാൻ പാടില്ല, പരിചരിക്കപ്പെടണം. ഒരു വേള എൻ്റെ ഭാര്യ ആദ്യത്തെ കുഞ്ഞിന് ഗർഭം ചുമന്ന സമയത്ത് അവളുടെ ഛർദിയും ഒക്കെയായിട്ടുള്ള പ്രയാസവും ക്ഷീണവും ഒക്കെ കണ്ട് ഞാൻ വേദനിച്ചപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞൊരു വർത്താനുണ്ട്, ജാബിറെ, അങ്ങനെയൊക്കെയാണ്, അത് സ്വാഭാവികമാണ്, അതൊരു ഗർഭിണിക്കുണ്ടാകുന്ന സ്വാഭാവികമായ വിഷയങ്ങളാണ്, അതിന് സങ്കടപ്പെടാനൊന്നില്ല എന്ന്. അപ്പോഴാണ് എന്നെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മയുടെ വലുപ്പം ഞാൻ ഒന്നും കൂടെ വലുതായി മനസ്സിലാക്കുന്നത്. മഹാനരായ ഖലീൽ തങ്ങളുപ്പാപ്പ അവിടെ നിന്നൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടുത്തെ മാതാവിന് അസുഖമായി. നല്ല ഒരു ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. നല്ല ഭീമമായ ബില്ല് തന്നെ ഉമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും. പക്ഷേ ഉമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ടും ബില്ലിനെ കുറിച്ചൊരു വിവരവുമില്ല. ഉസ്താദ് അവറുകൾ തൻ്റെ അനുജന്മാരെ വിളിച്ചു, എവിടെ ഉമ്മയുടെ ഹോസ്പിറ്റൽ ബില്ല് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അത് ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട്. എന്താ എന്നോട് പറയാതിരുന്നത്, എനിക്കും വേണമല്ലോ അതിലൊരു പങ്ക്. അവർ പറഞ്ഞു, ഇതിനു മുമ്പ് ഉമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ സമയത്ത് ഇക്കാക്ക ഞങ്ങൾക്ക് അവസരം തരാതെ ആ ബില്ല് മുഴുവനും പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് അവസരം തരാത്തത് കൊണ്ട് ഇന്ന് ഇക്കാക്കാക്ക് ഞങ്ങൾ അവസരം തന്നില്ല, അത് മുഴുവനും ഞങ്ങൾ തന്നെ വസൂലാക്കിയെന്ന്. തങ്ങളവറുകൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉമ്മാക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച കാശാണ്, ഇത് ഉമ്മാക്ക് തന്നെ ഞാൻ ചെലവഴിക്കും എന്ന്. ഇങ്ങനെയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഉമ്മയുടെ, ഉപ്പയുടെ, മാതാപിതാക്കളുടെ വലുപ്പം മനസ്സിലാക്കിയവരാണ്. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എത്രമാത്രം കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയങ്ങളുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വലുപ്പം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്ന ഒരു വിശദീകരണമുണ്ട്. അവിടുന്ന് പറയുകയാണ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു 3 കാര്യങ്ങളോട് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ രണ്ടും കൂടെ സംഭവിച്ചാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യതയുണ്ടാകൂ എന്ന്. അള്ളാഹു പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളയെയും അനുസരിക്കണം. ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ അവൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യതയില്ല എന്ന്. അഖിമിസ് സ്വലാത്ത വആത്തുസ് സകാത്ത്, നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണം, സകാത്തിനെ കൊടുക്കണം. ഖുർആനിൻ്റെ മറ്റൊരു കൽപ്പനയാണ്. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നില്ല, കൊടുക്കേണ്ട പരിധിയിൽ സമ്പത്തുണ്ട്, എന്നിട്ടും അവൻ സകാത്ത് കൊടുക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തിനും കബൂലിയത്ത് ലഭിക്കൂല എന്ന്. അനിഷ്കുർലി വലി വാലിദൈക്, മൂന്നാമത്തെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആജ്ഞയാണ്. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം, വലി വാലിദൈക്, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി ചെയ്യണം. ഒരാൾ അള്ളാഹുവിന് ശുക്രൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്, പക്ഷെ മാതാപിതാക്കൾക്ക് ശുക്രില്ല, അവരോട് നന്ദിയില്ല, അവരെ പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഈ ശുക്രിനും അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യതയില്ല എന്ന്. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നമ്മളെ പോറ്റി വളർത്തിയവരാണ്. നമ്മുടെ എല്ലാം കൊടുത്ത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ചിലപ്പോൾ പ്രായമാകുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. ചിലപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ചെന്നിയുടെ അസുഖങ്ങൾ വരും. അവരെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറാതെ അവിടെ തന്നെ താമസിക്കണമെന്ന് വാശി പിടിക്കും. ഇങ്ങനെ പല രൂപത്തിലുള്ളതും നമുക്ക് മാതാപിതാക്കളിൽ കാണാൻ പറ്റും. പക്ഷേ ആ മാതാപിതാക്കൾ നമ്മുടെ രക്ഷയുടെ മാർഗങ്ങളാണ്. അവരിലൂടെയാണ് നമുക്ക് സ്വർഗം കിട്ടാനുള്ളത്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്.
അള്ളാഹുവിൻ്റെ പൊരുത്തക്കേട് മാതാപിതാക്കളുടെ പൊരുത്തക്കേടിലാണ് എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ പൊരുത്തം നിനക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും അതിലൂടെ നിന്നിലേക്ക് വന്നു ചേരുമെന്ന്. മാതാപിതാക്കളുടെ പൊരുത്തക്കേടാണ് നീ സമ്പാദിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തക്കേടും അതിലൂടെ നിന്നിലേക്ക് എത്തിച്ചേരുമെന്ന്. അതുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിച്ച് പരിചരിച്ച് സേവനം ചെയ്ത് അവരിലൂടെ വിജയിക്കാൻ നമുക്ക് പറ്റണം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അവൻ്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയുടെ ഖബർ ജീവിതങ്ങൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കളിലൂടെ വിജയിക്കുന്ന നല്ല മക്കളിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.